കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലെ ഒന്നാണ്. ക്ഷേത്രമെന്ന് പറയുമ്പോൾ ശരിക്കും വലിയൊരു വിസ്താരമുള്ള പ്രദേശത്ത് വലിയൊരു ക്ഷേത്രം, ശ്രീകണ്ഠിയൂർ മഹാദേവ ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലാണ് ശ്രീകണ്ഠിയൂർ മഹാദേവ ക്ഷേത്രം ഉള്ളത്. ചെങ്ങന്നൂർ ഭാഗത്തായിട്ട് വിശാലമായ വലിയൊരു പറമ്പിലാണ് ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നത്. അവിടെ ഉപദേവതകളും മഹാദേവനും ഗണപതിയും നാഗരും ആൽത്തറയും കാവുകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു അമ്പലമാണ്. മുരുകനും അയ്യപ്പനും ദേവിയും എല്ലാമുള്ള ഒരു നാലുകെട്ട് അമ്പലം. അവിടെ ഒരു ആനയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ശ്രീകണ്ഠിയൂർ മഹാക്ഷേത്രത്തിൻ്റെ പറമ്പിലുള്ള ഒരു ആനയാണ് കേട്ടോ. അവിടെ ഒരു ആനയുണ്ട്. ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആനയെ അനുസരിപ്പിക്കുന്ന പാപ്പാന്മാരും ആനയെ അനുസരിപ്പിക്കുന്ന പാപ്പാനാണ് കേട്ടോ. നല്ല സ്നേഹമുള്ള പാപ്പാനാണ്. പാപ്പൻ പറയും പോലെ ആന അനുസരിക്കുന്നുണ്ട്. ആനയെ കുളിപ്പിച്ച് ചന്ദനം തൊട്ട് ആഹാരമൊക്കെ കൊടുത്തു. ഒരു 4-5 ഏക്കറിലാണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ശ്രീകണ്ഠിയൂർ മഹാദേവ ക്ഷേത്രം കണ്ടില്ലേ, 4 കെട്ടാണ്. വലിയൊരു അമ്പലം. അതിൻ്റെ അകത്തളത്തിൽ ശ്രീകൃഷ്ണശിലയിൽ ആണ് അമ്പലത്തിൻ്റെ അകത്തളം വരുന്നത്. നല്ലൊരു കാവാണ്, നല്ലൊരു അന്തരീക്ഷം. ഒരു മഴ ടൈമിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷമായിരിക്കും. ഉത്സവ ടൈമിലും വരാൻ ശ്രദ്ധിക്കുക. അവിടുത്തെ വിളക്ക് തൂണുകളും നല്ല ഗോപുരം പോലത്തെ ചെറിയ ഉപദേവത പ്രതിഷ്ഠകളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഗോപുരങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആൽത്തറയും പല വൃക്ഷങ്ങളൊക്കെ ഇഷ്ടം പോലെ നട്ടു വളർത്തിയിട്ടുണ്ട്. സപ്പോട്ട ഉണ്ട്, മാവുണ്ട്, ഇടയ്ക്ക് ചന്ദനം കാണാം, പവിഴമല്ലിയുണ്ട്. നല്ലൊരു അന്തരീക്ഷമുള്ള കാവുള്ള വലിയ അമ്പലങ്ങൾ. പ്രകൃതിയെ സംരക്ഷിക്കുന്നുവെങ്കിൽ ഇതേപോലെയുള്ള കാവ് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അന്നപൂർണേശ്വരി അമ്പലമാണ്. അന്നപൂർണേശ്വരിയുടെ ഒരു ഉപപ്രതിഷ്ഠയായിട്ട് ശ്രീകണ്ഠിയൂർ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്.
ശിവാഗ്നിയിൽ രൂപം കൊണ്ട ശിവക്ഷേത്രം ശിവപ്രതിഷ്ഠ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ശിവക്ഷേത്രത്തിൻ്റെ അകത്തളത്തിലൂടെ കയറുന്ന വഴിക്ക് ഇതേപോലെ തടിയിൽ ശില്പങ്ങൾ രൂപം കുത്തിയ കൽത്തോണുകളുമായിട്ടുള്ള ഒരു അമ്പലമാണിത്.